വാണിജ്യ LPG സിലിണ്ടറുകൾ ലഭിക്കാത്തത് മൂലം പരിമിതമായ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നു പത്തനംതിട്ടയിലെ ഹോട്ടലുകൾ. ഭക്ഷണത്തിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഹോട്ടലുകൾ നഗരത്തിൽ അടച്ചുപൂട്ടി തുടങ്ങി. ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെടുമ്പോൾ സ്റ്റോക്കില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്നും ചെയ്യുന്നു. പത്തനംതിട്ട നഗരത്തിലെ ഒരു ഹോട്ടലിന്റെ മുൻവശത്ത് ഒരു നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, ഗ്യാസ് ലഭ്യത കുറവുള്ളതിനാൽ ഇപ്പോൾ ഞങ്ങൾ പരിമിതമായ മെനുവുമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചില വിഭവങ്ങളുടെ ലഭ്യതക്കുറവും വിലയിൽ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, മാനേജ്മെന്റ്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ അഭാവം, അതിൻ്റെ ദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതുപോലെയുള്ള ഹോട്ടലുകളെയാണ്. രാവിലെ സാധാരണ ഈ സമയത്തൊക്കെ വലിയ കച്ചവടം ഇവിടെ നടക്കേണ്ടതാണ്. പക്ഷേ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തത് മൂലം ഇന്ന് കട അടച്ചുപൂട്ടി ഇടേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥരും നമ്മോടൊപ്പമുണ്ട്. പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ പൊറോട്ട കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ഇപ്പം തിരക്കില്ല, കട അടയ്ക്കേണ്ട സ്ഥിതിയിലാണ്. വിറകടുപ്പ് കൊണ്ട് കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ സമീപത്ത് തന്നെ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളെ കാണാം. അവരൊക്കെ സാധാരണ ഈ ഹോട്ടലിൽ വന്നാണ് ചായയും പൊറോട്ടയൊക്കെ കഴിക്കുന്നത്, അല്ലേ? കഴിക്കുന്നത് 24 hours വർക്കാവുന്ന ഒരു ഹോട്ടലാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു വിഭവമില്ല. ഷോർമ ഉണ്ടാക്കാൻ പറ്റില്ല, ബ്രോസ്റ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വിറകടുപ്പിൽ കുറച്ച് ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. 6 രൂപ പെർ ഡേ വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 80% ഐറ്റംസിൻ്റെ കുറവ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഒരു 20% ഐറ്റംസ് വെച്ചാണ് ഇന്ന് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷോപ്പുകൾ. കാരണം ഇതിനുള്ള ഐറ്റംസ് നിലവിൽ കൊടുക്കാനായിട്ടുള്ള ഗ്യാസ് നമുക്ക് ലഭ്യതയില്ല. ഇന്നലെ ലോഡ് വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. അവരെ വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ വരുന്നത്. ഭാരത് ഗ്യാസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 40-45 സ്റ്റാഫുണ്ട് കടയിൽ തന്നെ. അവർക്ക് തന്നെ പകുതി പേർക്ക് ഇപ്പം ജോബ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പിന്നെ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഐറ്റംസ് നിലവിൽ ഇപ്പം കുറവാണ്. ഇല്ല, ഐറ്റംസ് ഇല്ല. വളരെ തുച്ഛമായ ഐറ്റംസ് മാത്രമേ നിലവിലുള്ളൂ. ആ രീതിയിലേക്ക് സാഹചര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. കരുതൽ എത്ര ഉണ്ട്? ഇപ്പം കരുതൽ നിലവിലൊന്നുമില്ല. ഒരു കുറ്റി വെച്ചാണ് ഇപ്പോൾ കിച്ചണിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. ഐറ്റംസ് ഫുള്ള് ക്ലോസ് ആവുകയാണ്. ഏത് നിമിഷവും അടയ്ക്കും. അതെ, ഇന്നിപ്പം പൊറോട്ട ഒന്നും ഇല്ല, ക്ലോസ്ഡ് ആണ് ഓൾറെഡി. കിച്ചണിലേക്കുള്ള ഒരു ബിരിയാണിയുടെ ഒരു ഓർഡർ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് ചെയ്തതാണ്, തുറന്നതാണ്. പല ഹോട്ടലുകളും ഇന്ന് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അവർ അടച്ചുപൂട്ടും. കാരണം കുറച്ച് സമയം മാത്രം വർക്ക് ചെയ്യാനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമേ ഹോട്ടൽ ഉടമകളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടിലാവുന്നത് ഉപഭോക്താക്കളും ഒപ്പം തന്നെ ഹോട്ടലിലെ തൊഴിലാളികളുമാണ്. കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവരുടെ വരുമാനം കൂടി നിലയ്ക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.